ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയു ആണെങ്കിൽ രാഹുലിനെ ചെന്ന് കാണുന്നുണ്ട്. രാഹുലിനോട് പറയുന്നുണ്ട് അവനെ അച്ഛൻ കൊല്ലാഞ്ഞത് അത് പെശകായിപ്പോയി. എന്തായാലും അവനെ കൊല്ലാൻ വേണ്ടി ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചെന്നതായിരുന്നു. പക്ഷേ അവിടെ നിറച്ച് കാവലുള്ളത് കൊണ്ട് തന്നെ എനിക്ക് കൊല്ലാൻ സാധിച്ചില്ല. പിന്നെ ഇനിയിപ്പോൾ എനിക്ക് അങ്ങോട്ട് പോവാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാലും അവർ അത് ചെയ്യുന്നുമില്ല. ഇനി എനിക്ക് ഒരേ ഒരു മാർഗം മാത്രമുള്ള പൈസ കൊടുത്ത് ആളെ ഇറക്കണം, എന്നിട്ട് അവനെ ഇല്ലാതാക്കണം. അച്ഛൻ്റെ പരിചയത്തിലുള്ളവരെ ആരെങ്കിലും അറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മോളെ, അങ്ങനെയുള്ളവരൊക്കെ അറിയാം, പക്ഷേ ചന്ദ്രസേനൻ്റെയൊക്കെ മുന്നിൽ അവരൊക്കെ പേടിക്കുകയാണ്. കാരണം അവർക്കൊക്കെ നല്ല രീതിയിലുള്ള സ്വാധീനമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വരാൻ മടിയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരുത്തനുണ്ട് വിശ്വസിക്കാൻ പറ്റുന്നത്, പക്ഷെ അവൻ എവിടെയാണെന്ന് എനിക്ക് ഉറപ്പില്ല. ഇനിയിപ്പോൾ ജയിലിലാണോ അതിപ്പോൾ പരോളിലാണോ ഒന്നും അറിയില്ല, ഒളിവിലാണോ എന്നൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ ജയിലിലാണെങ്കിൽ അച്ഛൻ അറിയില്ലേ എന്ന് സരയു ചോദിക്കുകയാണ്. അത് എനിക്കറിയാം, പക്ഷേ സബ് ജയിലിലാണെങ്കിൽ അറിയില്ലല്ലോ മോളെ എന്ന് പറയാണ്. എന്തായാലും അച്ഛൻ നമ്പർ അറിയെങ്കിൽ പറയുമെന്ന് പറഞ്ഞ് നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ സരയു നേരെ പോകുന്നത് അയാളെ കാണാൻ വിളിച്ചിട്ട് അയാളെ കാണാൻ വേണ്ടി തന്നെയാണ്. അങ്ങനെ അയാളെ കണ്ടിട്ട് അയാളോട് പറയുന്നുണ്ട്, എനിക്ക് സഹായത്തിനായിട്ട് ഇപ്പം പലരുമുണ്ട്. കിരണിൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും എൻ്റെ കുഞ്ഞിനൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് നോക്കുന്നത്. പക്ഷെ അവരോടൊക്കെ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അവനെ കൊല്ലാൻ നോക്കുന്നുണ്ടെങ്കിൽ അവരതിനൊന്നും എനിക്ക് കൂട്ടു നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഈ കാര്യം പറയുന്നത്. ഇനി അവൻ ജീവിച്ചിരിക്കാൻ പാടില്ല. അതിന് എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാം. ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ എങ്ങനെയെങ്കിലും എത്തിപ്പെട്ട് അവൻ്റെ ജീവൻ എടുക്കണം എന്ന് പറയുകയാണ്. എന്തായാലും ഒരു തടിച്ച് കറുത്തിട്ട് ഒരാൾ മാസ്ക് ഒക്കെ വെച്ചിട്ട് ഒരു കമ്പൗണ്ടറുടെ വേഷത്തിലാണ് അയാൾ വന്നിട്ട് വണ്ടിയിൽ ഇറങ്ങുന്നത് ആശുപത്രിയിൽ. അങ്ങനെ അയാൾ അവിടേക്ക് പോവുകയും ചെയ്യുന്ന കാഴ്ച കാണുന്നുണ്ട്. എന്തായാലും നമ്മുടെ കിരണും കല്യാണിയും ശാരിയോട് പറയുന്നുണ്ട്, ആൻറ്റി അപ്പോൾ ശാരി പറയുന്നുണ്ട് അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് മോനെ. ആരൊക്കെയോ കാണാനുള്ള ശ്രമത്തിലാണ്. മനോഹരനെ കൊല്ലാൻ അവൾ ശ്രമിച്ചിട്ട് അത് പാഴായി പോയല്ലോ. അപ്പോൾ അതുകൊണ്ട് അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പൊ ആ സമയത്താണ് എനിക്ക് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എന്നോട് പൊക്കോളാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ആൻറ്റി അവളെ തനിച്ച് വിട്ടത് ശരിയായില്ല. അവൾ വേറെ ആരെങ്കിലും ചെന്ന് കണ്ട് അവൾ എന്തെങ്കിലും അക്രമങ്ങൾ ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ ഇനി ജീവിതകാലം ബാക്കിയുള്ള കാലം ഞാൻ അവൾ ജയിലിലായിരിക്കും കിടക്കേണ്ടത്. പിന്നെ തന്നെയല്ല, അങ്ങനെ ഒരു വേദന നമുക്കുണ്ടെങ്കിലും ഈ മനോഹർ എന്ന് പറയുന്നവന് അവന് കൊള്ളരുതാത്തവൻ തന്നെയാണ്. പക്ഷേ അവൻ്റെ മനസ്സിൽ ഇപ്പോൾ നന്മയാണുള്ളത്. അവൻ മാറ്റത്തിൻ്റെ പാതയിൽ തന്നെയാണ്. അങ്ങനെ ഒരു നല്ലൊരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ അതും ഒരു തെറ്റായി പോകില്ല. അങ്ങനെ രണ്ട് പാപമാണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ കിരൺ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും കിരൺ കല്യാണിയും നേരെ മനോഹറിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ്. മനോഹർ പറയുന്നുണ്ട്, എന്നെ കൊല്ലുന്നെങ്കിൽ കൊന്നോട്ടെ, എൻ്റെ അവസാനം ഇങ്ങനെയൊക്കെ ആവും, എനിക്ക് എന്തായാലും കുഞ്ഞിനെ കാണാനൊന്നും സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവനിങ്ങനെ വിഷമിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്താണെങ്കിൽ ഈ കമ്പൗണ്ടർ അവിടേക്ക് വരുന്നതായും കാണിക്കുന്നുണ്ട്. അങ്ങനെ കമ്പൗണ്ടർ ഒരു വിധത്തിൽ അകത്തെത്തും, പക്ഷേ അവനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവൻ രക്ഷപ്പെടും. അങ്ങനെ ഒരു ഭാഗമാണ്. എന്തായാലും സരയുവിൻ്റെ പ്ലാനിങ് ഒന്നും നടക്കില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം ഇങ്ങനെ ഒരു ഭാഗത്തിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.